എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും ഒന്ന് അടിച്ചു പൊളിക്കണ്ടേ. അപ്പം നമുക്ക് ഇന്നൊരു സിമ്പിളായിട്ടുള്ള ഈദ് മേക്കപ്പ് ലുക്കാണ്. നമുക്ക് മേക്കപ്പ് ലുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. തന്നെ ഞാൻ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് കുറച്ചെടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ പുതിയ പാക്കേജിങ് വരുന്നതിന് കുറച്ച് തൊട്ട് മുന്നേ വാങ്ങിയ ഒരു മോയ്സ്ചറൈസർ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോഴും എൻ്റെ കയ്യിൽ പഴയ പാക്കേജ്. അപ്പോൾ ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആണെങ്കിലും സംഭവം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങി വെച്ചാൽ വർത്തായിട്ടുള്ളൊരു സാധനമാണ്. ഇച്ചിരി റേറ്റ് കൂടുതലാണ്, പക്ഷേ അതിനുള്ള ഒരു ഗുണം നമുക്ക് കിട്ടുന്നുണ്ട്. വേർഡ് മറന്നുപോയി കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണല്ലോ വർത്തായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഈ ഒരു മോയ്സ്ചറൈസർ. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഐബ്രോസ് ഫില്ല് ചെയ്യാം. അപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ബ്രോ എൻഹാൻസർ കിറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഡാർക്ക് ഷെയ്ഡായിട്ടോ എടുക്കുന്നത്. എന്താ ഡാർക്ക് ഷെയ്ഡ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഫെസ്റ്റീവ് മേക്കപ്പ് ലുക്ക് അല്ലേ. അപ്പോൾ കുറച്ച് നമ്മുടെ ഐബ്രോസ് ഒക്കെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാനുള്ള നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്ത് ഫില്ല് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ബാക്കിൽ ഭസ്മക്കുട്ടിയുടെ പാട്ടും വർത്താനവും ഒക്കെ കേൾക്കാം. നമുക്കൊരു ചെറിയ എൻജോയ്മെൻ്റ് അല്ലേ. അപ്പം ഭസ്മക്കുട്ടിയുടെ പാട്ടും ഒക്കെ കേട്ടുകൊണ്ട് നമുക്ക് മേക്കപ്പ് ലുക്ക് ചെയ്യാം. അപ്പം ഞാൻ ഈ പാക്കിൻ്റെ ഈ ഒരു ബ്രഷാണ് എടുത്തേക്കുന്നത്. ബ്രഷിൻ്റെ നമ്പർ വന്നിട്ട് 099 ആണ്. അപ്പം നമുക്ക് ഫില്ല് ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ കണ്ണാടിയിൽ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പം താഴെ നിന്നാണ് ഞാൻ ഫില്ല് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താഴെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ കുറച്ച് ഭംഗിക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ ഐബ്രോസ് എങ്ങനെയുണ്ട്? കൊളായിട്ടാണോ ഉള്ളത്? ഞാൻ തന്നെത്താനെ ത്രെഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിലിരുന്ന് ഞാനൊരു പരീക്ഷണം നടത്തി നോക്കിയത്. പക്ഷെ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. തരക്കേടില്ലാത്ത രീതിയിൽ ഒപ്പിച്ചെടുക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇപ്പം പുറത്തേക്കെങ്ങും പോകാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് തനിയെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. വേറൊന്നുമല്ല ചെയ്തത്, ബ്ലേഡ് വെച്ചിട്ട് ജസ്റ്റ് എടുക്കുക കേട്ടോ ചെയ്തത്. ഇതിൽ എക്സസ് ആയിട്ടുള്ളത് വെച്ചിട്ടാണ് ഞാനിവിടെ ഫില്ല് ചെയ്യാൻ പോകുന്നത്. പുറത്ത് നല്ല പൊരിഞ്ഞ മഴയാണ്. നിങ്ങൾക്ക് ഇടിയൊക്കെ കുടുങ്ങുന്നത് കേൾക്കായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ഐബ്രോസും കൂടെ ഫില്ല് ചെയ്തിട്ട് വരാം. അപ്പോൾ ഐബ്രോസ് രണ്ട് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മോയ്സ്ചറൈസർ ലിപ്സിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് മേബിലിൻ്റെ ബേബി ലിപ്സ് ആണ്. ഈ ഒരു ഷെയ്ഡ്. ഇപ്പം നല്ല ഡ്രൈ ലിപ്സ് ഒക്കെ ഉള്ളവർ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ലിപ് ബാം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടും. അപ്പം ഇത് ഞാൻ അപ്ലൈ ചെയ്തു. ഇനി ഞാൻ ഐ മേക്കപ്പ് ചെയ്യാനാണ് പോകുന്നത്. അപ്പം ഞാൻ ആദ്യമേ കണ്ണിൻ്റെ മേളിൽ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കൺസീലറാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഷെയ്ഡ് ഏതാണെന്ന് അറിയത്തില്ല. ഞാൻ ഇതിൻ്റെ ഷെയ്ഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പം എന്നാലും എനിക്കിത് കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഷെയ്ഡാണ്. അപ്പം ജസ്റ്റ് നമുക്കിത് കണ്ണിൻ്റെ മേളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. താഴെയും ഇതുപോലെ അപ്ലൈ ചെയ്യുക. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന ഐഷാഡോ കുറച്ച് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കൺസീലർ അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു നല്ല ബേസും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കൺസീലർ ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസീലർ ബ്രഷ് വെച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് കൈ വെച്ച് ചെയ്യാം. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് വേണമെങ്കിൽ കൈ വെച്ചൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലോലെസ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു ബേസ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ പ്രൈമർ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഐ പ്രൈമർ വേണമെങ്കിലും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ മേബിലിൻ്റെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐ പ്രൈമറുണ്ട്. പക്ഷേ എനിക്ക് തീരെ ഇഷ്ടമില്ല. അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഭയങ്കര കേക്കി ആയിട്ടിരിക്കും. ഐഷാഡോ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ പാച്ചി ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി. അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹുദ ബ്യൂട്ടിയുടെ റോസ് ഗോൾഡ് പാലറ്റാണ്. ഇന്ന് മൊത്തം നാക്ക് പിഴയ്ക്കും അല്ലേ. പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക്
ഏത് ഐ ഷാഡോ പാലറ്റ് വേണമെങ്കിലും എടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാലറ്റ് യൂസ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്നൊരു സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് ഹെന്ന എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡാണ് ഞാനിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. ഹെന്ന സാൻഡൽവുഡ് ആണെങ്കിലും നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഇതെടുക്കാം. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ലൈറ്റ് ആക്കാം. ഈ ഒരു സാൻഡൽവുഡ് ഷെയ്ഡ് എടുക്കാം കേട്ടോ. ഇന്ന് ഭസ്മക്കുട്ടി എൻ്റെ വളയും കമ്മലും മാലയൊക്കെ ഇട്ട് പെട്ടിയെടുത്ത് താഴേക്കെറിയുന്ന ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഷെയ്ഡ് ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാൻഡൽവുഡ് എന്ന് പറയുന്ന ഷെയ്ഡായിട്ടോ എടുത്തത്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ ഒരു ഔട്ടർ കോർണർ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് കൊക്കോ എന്ന് പറയുന്ന കുറച്ചും കൂടി ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ളൊരു ഷെയ്ഡ് ഉണ്ട്. ആ ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമ്മളുടെ ഈ ഒരു ഔട്ടർ കോർണറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അകത്തേക്ക് ബ്ലെൻഡ് ചെയ്ത് പോകണം, എന്നാലും അതിനൊരു ഫിനിഷിങ് കിട്ടത്തില്ല. അപ്പോൾ ക്രീസിലേക്കാണ് ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എക്സസ് ആയിട്ടുള്ളത് തട്ടിക്കളഞ്ഞിട്ടാണ് എപ്പോഴും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് ഭസ്മക്കുട്ടി, താഴെ പോയോ? ഈ ഒരു ഔട്ടർ കോർണറിലും അതുപോലെ ക്രീസിലേക്കും ആ ഒരു ഷെയ്ഡ് ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു ഷിമ്മറി ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ റോസ് ഗോൾഡ് എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ നമ്മളുടെ ഐബോൾസിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ കണ്ണാടി നോക്കിയിട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പം എന്താ ഞാൻ ആ ഷിമ്മറി ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഐ ഷാഡോ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് കണ്ണിട്ട് ബാക്കി ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഫേസ് ചെയ്തിട്ട് ബാക്കി ചെയ്യാം. അപ്പം ബേസ് മേക്കപ്പ് ചെയ്യാൻ പോവാണ്. ഞാൻ ആദ്യം തന്നെ വെറ്റ് ആൻഡ് വേൾഡിൻ്റെ ഈ ഒരു പ്രൈമർ ആട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ചെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഒരു വൈറ്റ് കളറാട്ടോ ഈ ഒരു പ്രൈമർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എനിക്കിവിടെയൊക്കെ കുറച്ച് പോസ് ഈയിടെയായിട്ട് അധികം, അപ്പോൾ നമ്മുടെ നോസിലും ഒക്കെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പ്രൈമർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളുടെ പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിനി കൺസീലറാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ വെറ്റ് ആൻഡ് വേൾഡിൻ്റെ ആ ഒരു സെയിം കൺസീലർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എന്താ ഇവിടെയെല്ലാം നമുക്ക് കാണാമായിരിക്കും കുറച്ച് പിമ്പിൾസ് വന്ന മാർക്കൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഞാനിതിങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് നമ്മളുടെ പാടുകളെല്ലാം മറയ്ക്കാൻ പോകാം കേട്ടോ. ഭസ്മക്കുട്ടീനെ ഞങ്ങൾ കൊണ്ട് അകത്ത് അമ്മ എടുത്തു കൊടുത്തു. ഭസ്മക്കുട്ടി അവിടെ കിടന്ന് കാർ പോകുന്നു. ഭസ്മക്കുട്ടീനെ അമ്മ അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഭയങ്കര അടിപൊളി മഴ കേട്ടോ, കൂരാക്കൂരി ഇട്ടിട്ട്. അതുകൊണ്ടാണ് ലൈറ്റൊക്കെ അത്ര ഒരു ലൈറ്റ് കുറവായിട്ട് തോന്നുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് കണ്ടപ്പോഴത്തേന് എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു നമുക്കിത് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് പറയാം കേട്ടോ. പറഞ്ഞു ചെയ്തു, രാത്രിയിൽ വീഡിയോ എടുക്കുന്ന പോലെ തോന്നുന്നുണ്ട്, അതെന്താ അങ്ങനെ, ഭയങ്കര ഒരു ഇരുട്ടെന്ന്. പ്രത്യേകിച്ചൊന്നുമില്ല, അതിൻ്റെ കാരണം ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്. നമ്മളുടെ വീടെന്ന് പറയുന്നത് 2 പടുകുറ്റൻ ബിൽഡിങ്ങിൻ്റെ നടുക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജനലൊന്നും പുറത്തേക്ക് തുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാരണം നമുക്ക് അങ്ങനെ ജനലൊന്നും തുറക്കാൻ പറ്റാത്തത് കൊണ്ട് വേറെ എങ്ങൊന്നും വെട്ടം കയറാനുള്ളൊരു ഒരു ഇതില്ല, ഒരു സ്പേസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് വീട്ടിലിടുന്ന ആ ഒരു നമ്മുടെ ട്യൂബ് ലൈറ്റില്ലേ, ട്യൂബ് ലൈറ്റിൻ്റെ വെട്ടത്ത് നിന്നുള്ള ആ ഒരു ഉള്ള ലൈറ്റും അതുപോലെ ഞാൻ
യൂസ് ചെയ്യുന്ന ആ ഒരു റിംഗ് ലൈറ്റിൻ്റെ വെട്ടവും മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഈ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും ഈ റിംഗ് ലൈറ്റും എടുത്തു പിടിച്ചിട്ട് നമുക്ക് അവിടെ എവിടെയും കൊണ്ടുവയ്ക്കാൻ പാടാണല്ലോ. അതുകൊണ്ട് ഞാൻ ആ ലൈറ്റ് ഇല്ലാതെയാണ് വീഡിയോ എടുത്തത്. ഇനി ഞാൻ അത് ശരിയാക്കാൻ നോക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വട്ട് പിടിക്കും. ഇങ്ങനെ സീക്വൻസ് നമുക്ക് കണ്ടിന്യൂസ് നമ്മൾ എടുക്കുമല്ലോ, കുറച്ച് പോർഷൻസ് കട്ട് ചെയ്യും, അങ്ങനെയൊക്കെയല്ലേ എടുക്കുന്നത്. അപ്പോഴത്തേനും ആദ്യമായിട്ടായതുകൊണ്ടായിരിക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് എടുക്കാൻ 2 തവണ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ട്രിക്കൊക്കെ പിടികിട്ടി വരുന്നതുകൊണ്ട് കൂടുതൽ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ആകട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ വരുന്നുണ്ട് നമ്മളുടെ ഈ ഒരു ലുക്ക് കഴിയുമ്പോഴത്തേന്. നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് അതായിരിക്കും. ഇത് ഞാൻ നൈക്കിൽ നിന്ന് മേടിച്ചാൽ കൂടുതൽ സസ്പെൻസ് ഒന്നും പൊളിക്കുന്നില്ല, അപ്പോൾ അന്നേരം നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് ഇന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഞാനൊന്ന് യൂസ് ചെയ്തായിരുന്നു, നല്ല അടിപൊളി പ്രോഡക്റ്റ് ആവട്ടെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ എക്സാക്ട് കളറിലുള്ള എക്സാക്ട് ഷെയ്ഡിലുള്ള ഒരു ഫൗണ്ടേഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് എടുത്തിട്ട് ഇതുപോലെ ഡോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശരീരം കൂടെ ഒന്ന് അപ്ലൈ ചെയ്യുന്ന കാര്യം മറക്കരുത്. ജസ്റ്റ് ഇതാ കാണാവുന്ന അത്രയും കഴുത്തിൻ്റെ ഭാഗത്തും ഒക്കെ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഞാൻ ഈ ഒരു പാക്കിൻ്റെ ബ്രഷ് നമ്പർ വന്നിട്ട് 265 ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ. ബ്രഷെല്ലാം വാഷ് ചെയ്തു. ബ്രഷ് വാഷ് ചെയ്യുന്ന കാണണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ബ്രഷ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ചെയ്യാം. നിങ്ങൾ ഓർക്കും, ഓ ഇത് ഭയങ്കര പൊട്ടി അടിച്ച പോലെ ഉണ്ടല്ലോ. പക്ഷെ ഓക്സിഡൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ഒരു എന്താണ് ഫൗണ്ടേഷൻ എനിക്ക് കറക്റ്റ് ഷെയ്ഡാകട്ടോ. എനിക്ക് കിട്ടിയപ്പോൾ തന്നെ കയ്യിൽ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതെൻ്റെ എക്സാക്ട് സെയിം ഫൗണ്ടേഷനാണെന്നുള്ള കാര്യം. നിങ്ങൾക്ക് ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. ഇത് കണ്ടോ എൻ്റെ മുടി? ഇത് ഞാൻ നമ്മുടെ മഞ്ജു വാര്യരുടെ ഒരു ലുക്ക് ചെയ്ത്, ആ ലുക്കിന് വേണ്ടി ഞാൻ കട്ട് ചെയ്താ പിള്ളേരെ, കർട്ടൻ ബാങ്ക്സ് വെട്ടിയത് അതിന് വേണ്ടിയിട്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, ചുരുണ്ട മുടിയല്ലേ, ഇത്രയും വെച്ച് വെട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് ചുരുണ്ട് കയറി. അപ്പോൾ ചുരുണ്ട മുടിയുള്ളവരൊക്കെ ശ്രദ്ധിക്കുക, എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ലെങ്ത്തിൽ കട്ട് ചെയ്തോണം. പിന്നെ ഞാൻ നമ്മുടെ ബ്ലഷ് വിത്ത് ആഷിൻ്റെ കർട്ടൻ ബാങ്ക്സ് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ ചേച്ചിയുടെ ചാനലിൽ പോയി കണ്ടു നോക്കുക. അപ്പം കണ്ടോ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിപ്പോൾ അത് നമ്മളുടെ കറക്റ്റ് ഷെയ്ഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിനി കൂടുതൽ അതും ഇതും ഒന്നും ചെയ്യുന്നില്ല, നേരെ കോണ്ടൂർ ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഫേസ് ഇതുപോലെ ഫ്ലാറ്റ് ചെയ്ത് നിൽക്കാതെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നമ്മളുടെ ഹൈ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി കോണ്ടൂർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ പാലറ്റിൽ നിന്നും ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ടാണ് കോണ്ടൂർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് എടുത്തിട്ടൊന്ന് തട്ടിക്കുടിക്കുക. ഇതാ ഇങ്ങനെ കണ്ടല്ലോ. ഇതിൽ എക്സസ് ആയിട്ടുള്ളത് എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. എപ്പോഴും നോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കും. ഇതിനെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. കണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്നിലും ഫോർഹെഡിലും ഒക്കെ കോണ്ടൂർ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. താടി നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് കോണ്ടൂർ ചെയ്താലും നല്ലതായിരിക്കും. കുറച്ചും കൂടി ഒരു എന്താണ് നമ്മളുടെ ഫേസ് കുറച്ചും കൂടി ഒന്ന് എടുത്ത് നിൽക്കും നമ്മളുടെ ഈ ബോൺസൊക്കെ. അപ്പം ഞാനിന്ന് അതൊന്നും കോണ്ടൂർ ചെയ്യുന്നില്ല, ജസ്റ്റ് ഫേസ് മാത്രം ഒന്ന് കോണ്ടൂർ ചെയ്യുന്നുള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു ലുക്കാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഒത്തിരി പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നത്, വളരെ മിനിമലായിട്ടുള്ള പ്രോഡക്റ്റ്സ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
ഞാനിന്ന് വിചാരിക്കുന്നത്. അപ്പം അടുത്ത് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനെ തിളങ്ങുന്നത്, നമ്മുടെ മുഖമൊക്കെ തിളങ്ങുന്നതാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കെ ബ്യൂട്ടിയുടെ തന്നെ റോസി ഡ്യൂ എന്ന് പറയുന്ന ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇത് പുതിയതാട്ടോ. അപ്പോൾ ഇതിനൊരു മിററും ഉണ്ട്, ഇതിനകത്ത് ഇതിനൊരു മിററുണ്ട് കേട്ടോ, അതുപോലെ അടിപൊളി ഒരു മിറർ. അപ്പം ഈ ഒരു എന്താണ് ഹൈലൈറ്റർ നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിന്ന് വിചാരിക്കുന്നത്, നമുക്ക് നിങ്ങൾക്ക് മഴ പെയ്യുന്ന ശബ്ദം കേൾക്കത്തില്ല, അടിപൊളി ചെറുപുറ മഴ കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കുന്നത് നമുക്കിന്ന് ഹൈലൈറ്റർ മാത്രം യൂസ് ചെയ്യാം. നമുക്ക് എന്താണ് ബ്ലഷ് യൂസ് ചെയ്യേണ്ട എന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഇതുപോലെ നമ്മളുടെ എടുത്ത് നിൽക്കുന്ന ബോൺസിലും മൂക്കിൻ്റെ തുമ്പത്തും ഇവിടെയും താഴെ നെറ്റിയിലും നമുക്കൊന്നുകൂടെ ചെയ്യാം കേട്ടോ, കുറച്ച് നന്നായിട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു കുഞ്ഞു ബ്രഷ് നമ്മളുടെ ഈ ഒരു ബ്രോ ബോണിൻ്റെ ഇവിടെ കൂടെ ഒന്ന് ഉണ്ടോ ഇതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം മക്കളെ, ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പുരുകം എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല, നമ്മൾ കണ്ണിൻ്റെ ബാക്കി ചെയ്തിട്ടില്ല. നമുക്ക് കണ്ണിൻ്റെ ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം. നമുക്ക് ഐ മേക്കപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ എടുത്ത ആ ഒരു കൊക്കോ ഷെയ്ഡ് അല്ലേ, ആ ഒരു ഷെയ്ഡ് തന്നെ എടുത്തിട്ട് ജസ്റ്റ് നമുക്കിതുപോലെ താഴെ കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ കണ്ണ് എഴുതാൻ വേണ്ടിയിട്ട് കാജൽ ഇന്ന് യൂസ് ചെയ്യുന്നത് ലാക്മേഡ് ഐക്കോണിക്. ജസ്റ്റ് ഇത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് വരച്ചു വിടുന്നുണ്ട്. അവിടെ വെച്ചാൽ അപ്പോൾ കണ്ണിൻ്റെ മേലിൽ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മേബലിൻ്റെ കൊളോസൽ ബോൾഡ് ലൈനറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഫൈനായിട്ട് ഒരു തിൻ ലൈനാണ് വരയ്ക്കുന്നത്. എൻ്റെ മക്കളെ ഇവിടെ മുടിഞ്ഞ മഴയാണ്. ഇതുപോലത്തെ മഴ എവിടെയെങ്കിലും പെയ്യുന്നുണ്ടോ? അടിപൊളി മഴ, ഇടിയൊടുങ്ങുന്നത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാതിരിക്കും കേട്ടോ. അപ്പം നമ്മൾ കണ്ണെഴുതി കഴിഞ്ഞു, കാജലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കൺപീലി അടിപൊളിയാക്കാൻ വേണ്ടി മസ്കാര ഇടാം. അപ്പോൾ നമ്മൾ ലാഷ് ഫാബ്രിക് മസ്കാര കേട്ടോ ഇടുന്നത്. നല്ല വോളിയം തരുന്ന ഒരു കിഡിലൻ മസ്കാരയാണേ. എൻ്റെ അസിസ്റ്റൻറ്റ് ഇലക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഇലക്കുട്ടി ഇവിടെ ഓരോന്നും കമ്മലും അതും ഇതും ഒക്കെ എടുക്കുന്നതാണ് കേൾക്കുന്നത്. നമുക്കൊരു 2 കോട്ട് ഇടാം. കാരണം നമ്മൾ എന്താ ഐലാഷസ് ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ വേറെ എക്സ്ട്രാ. അതുകൊണ്ട് നമുക്ക് ഫേക്ക് ലാഷസ് യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മളുടെ കൺപീലി നമുക്ക് മനോഹരമാക്കി എടുക്കാം. ഇതുപോലെ നോക്കിയിട്ട് താഴെ കൂടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ലിപ്സ്റ്റിക് ഇടാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ഏതാണ് നമ്മളുടെ മെബലിൻ്റെ സൂപ്പർ സ്റ്റേ ഇൻ ക്രയോൺ, ഇതിൻ്റെ ഷെയ്ഡ് സ്പീക്ക് ഇൻ മൈൻഡാന്ന് തോന്നുന്നു. ഈ ഒരു ഷെയ്ഡും ഈ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ റിബൽ റോസും കൂടെ ഒന്ന് മിക്സ് ചെയ്തിടാമെന്നാണ് വിചാരിക്കുന്നത്. വൃത്തിയായിട്ടാണെങ്കിൽ ഞാൻ മാറ്റിയിട്ടേ നിങ്ങളെ കാണിച്ച് തരത്തുള്ളൂ. അപ്പോൾ ഇത് അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം.
ഞാൻ ജസ്റ്റ് ഇതാ ഇവിടെ മാത്രമേ അപ്ലൈ ചെയ്തുള്ളൂ കേട്ടോ. കൊള്ളാം അല്ലേ? അതുകൊണ്ട് കൈ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കൊള്ളാം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ലുക്ക് എന്ന് പറയുന്നത്. ബാക്കി ആക്സസറീസ് ഒക്കെ ഇട്ടിട്ട്